ഞങ്ങൾ കുട്ടിക്കാലം പോലെ ഫ്രണ്ട്സാ, ജസ്റ്റ് ഫ്രണ്ട്സ്. കരിയറിന് വേണ്ടി ലവ് വരെ കളയുന്നവരുണ്ട്. എന്നാൽ നീ ജസ്റ്റ് ഒരു ഫ്രണ്ടിന് വേണ്ടി അന്ന് അത്ര നല്ലൊരു ചാൻസ് മിസ് ചെയ്തു. ജസ്റ്റ് കോൺ ബിലീവ് ഇറ്റ് ഡൂഡ്. നിങ്ങൾ ജസ്റ്റ് ലവ് ആണെന്നല്ലേ ചോദിച്ചുള്ളൂ. ഋതു ചോദിച്ചത് ഞങ്ങളുടെ മാരേജ് എപ്പോഴാണെന്നാ. ഓ താങ്ക് ഗോഡ്. ഉദയ് മാത്രം ഇതുവരെ അങ്ങനൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. Okay guys, no more confusions. Let's enjoy the victory. Cheers guys. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്സ്. താങ്ക്സോ? എന്തിന്? നീ ജയിച്ചോണ്ടാ ശ്രീ ഇത്ര ഹാപ്പിയായി ബോസ്. ഇല്ലെങ്കിൽ രാത്രി മുഴുവൻ ഓരോ ഇരിപ്പിരുന്ന് കരഞ്ഞു വിളിച്ച് എന്റെ പ്ലാൻ മുഴുവൻ കൊള്ളാക്കി. ഡെഫിനറ്റ് ആയിട്ടും. പ്ലാൻ എന്താ? നമ്മൾ ഇവിടെ വന്ന കാര്യങ്ങളെല്ലാം സക്സസ് ആയല്ലോ. ഇനി മിസ്റ്റർ ഉദയ് ആൻഡ് ആകാൻ പോകുന്ന മിസ്സിസ് ഉദയ് 1 full day ഡേറ്റിംഗിന് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. മിസ്സസ് ഉദയ് അതിന് സമ്മതിച്ചിരിക്കുന്നു. Thank you. Okay? ഗ്രേറ്റ് ഐഡിയ. നമുക്ക് കൂടി പോയാലോ? Okay. ബട്ട് വൺ കണ്ടീഷൻ. നെക്സ്റ്റ് 24 hours ഞങ്ങള് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല, നിങ്ങൾ ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. ഓക്കെ? ഈ ബെറ്റിന് ഞങ്ങൾക്കും സമ്മതമേ. Cheers. കൊള്ളാലോ പിള്ള സാറേ, ഇത്രയൊക്കെ ആയിട്ടും ചന്തുവിനെ പറ്റി ഇങ്ങനെ ഒരു വാക്ക് പോലും നിങ്ങൾ പറഞ്ഞില്ലല്ലോ. പറയാൻ പറ്റിയ എന്ത് കാര്യവും ചെയ്ത്. പിന്നെ അത് തന്നെയാണ് പറയുന്നത്. ഇത് കണ്ടില്ല എന്താണെന്ന്. എത്ര വലിയ കോമ്പറ്റീഷനിൽ അവൻ ജയിച്ചത്. എല്ലാരും കൂടെ ഡോക്ടർ എഞ്ചിനീയറൊക്കെ ആകാനാ നോക്കുന്നത്. അവൻ മിടുക്കനാ. ഡിഫറെന്റ് ഫീൽഡാ സെലക്ട് ചെയ്തത്. ഇതിന്റെ ക്രെഡിറ്റ് ശരിക്കും സാറിനാ. ആസ് എ ഫാദർ സാർ എത്ര എൻകറേജ് ചെയ്തിട്ടാവും അവൻ ഈ നിലയിലെത്തിയത്. ഹാറ്റ്സ് ഓഫ് പിള്ള സാർ. ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ചന്തുവിന്റെ ഭാഗ്യ. വരട്ടെ സാർ, കൺഗ്രാറ്റ്സ്. സാറേ വൈകിട്ട് പാർട്ടി ഉണ്ടല്ലോ അല്ലേ? വണ്ടിയുടെ താക്കോലൊന്ന് പൂജിക്കണം. വരുന്നുണ്ടോ? അവൻ്റെ ഈ നേട്ടത്തിൻ്റെ ക്രെഡിറ്റ് എനിക്കാണെന്നാണ് എല്ലാവരും പറയുന്നത്. എത്ര സന്തോഷമുണ്ടോ അത്രയും വിഷമമുണ്ട്. എനിക്കിത് എൻജോയ് ചെയ്യാനുള്ള യോഗ്യതയില്ല. ഞാൻ അവന് വെറും ഒരച്ഛൻ മാത്രമായി പോയി. ശ്രീയെപ്പോലെ ഒരു ഫ്രണ്ടായാ മതിയായിരുന്നു. ഇങ്ങനെ വെള്ളത്തിന്റെ നടുക്ക് ഇത്ര ലോൺലി ആയി നിൽക്കുമ്പോ എത്ര എക്സൈറ്റഡ് ആണെന്നറിയോ? എനിക്ക് ഇത്തരം പ്ലേസസ് ഇഷ്ടമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ പറഞ്ഞിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കുന്നുണ്ടല്ലേ ഞാൻ നിന്റെ ബോയ്ഫ്രണ്ട് ആയത്. എപ്പോഴും കാഷ്വൽ ആയിട്ട് പറഞ്ഞ കാര്യം ഓർത്തു വെച്ച് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതില് എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട്. നിന്റെ ഈ ഹാപ്പിനെസ് കാണാൻ വേണ്ടി നാട്ടിലെത്തി അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് എനിക്ക് വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ തരുന്നതിനേക്കാളും ഒരു തല്ലിരുന്ന ബെറ്റർ. കല്യാണം കഴിക്കുന്നതിന് മുൻപ് തല്ലുന്ന തന്നെയാ ബെറ്റർ. നോ 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 ഒന്നും പറഞ്ഞ പറ്റില്ല. പ്ലീസ് No. പ്ലീസ് കിസ് മീ. ഫസ്റ്റ് കിസ്. കം ഓൺ. No. ശ്രീ ഒരേ ഒരു No കിസ്. way. ശ്രീ പറയുന്നേക്ക്. ശ്രീ ഒരു കിസ്. ശ്രീ പ്ലീസ്. ചന്തു. No. ഏയ് No, ചന്തു. സ്റ്റോപ്പ്. നിക്ക്. ദേ സ്റ്റാച്ചു.
ഹലോ ഹലോ പറ കില്ലർ. എടാ ചന്തു, നീ അർജന്റ് ആയിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വാ. എന്ത് പറ്റി? ഇത് ഫോണിൽ പറയേണ്ട കാര്യമല്ല, നേരിട്ട് സംസാരിക്കാനാ. നീ ഒന്ന് വേഗം വാ. എന്ത് പറ്റി? അമ്മ ഫോൺ ചെയ്തിരുന്നോടാ. ആ, അങ്കിളും ആന്റി ഇന്ന് വീട്ടിൽ ചെന്നിരുന്നു. എന്തിന്? അങ്കിള് നീ വാങ്ങിക്കൊടുത്ത ബൈക്കിൽ ആന്റിയും കയറ്റിക്കൊണ്ട് കറങ്ങി അടിച്ച വീട്ടിൽ ചെന്നതെന്നടാ. സത്യമാണോ ഇത്? സത്യടാ ഫൽഗു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. യെസ്, വാവ് കില്ലർ, വാവ്. ശ്രീ, ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത ഡേ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നത്? എന്റെ ഉദയ്, ഇത് ചെറിയ വിഷയോ? നീ പറയടാ, ഇത് നിനക്ക് എത്ര വലിയ വിഷയാന്ന് പറ. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഇവൻ എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യാന്ന് അറിയോ ഋതു? ഇറ്റ്സ് എ ബിഗ് ഡേ ഫോർ ഹിം. ഇറ്റ്സ് റിയലി എ ബിഗ് ഡേ ഫോർ മീ. കോമ്പറ്റീഷൻ വിൻ ചെയ്തതിനേക്കാളും ഈ ദിവസമാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ മ്യൂസിക്കിലായാലും ലവിലായാലും ലൈഫിലായാലും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നീ കാരണം. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. ലവ് യു കില്ലർ, ലവ് യു. ഇറങ്ങ്. ശ്രീ, ഏയ് ശ്രീ, ആർ യു ഓക്കേ? കുഴപ്പമൊന്നുമില്ലല്ലോ ശ്രീ? നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എത്ര മാർക്ക് ഇടുമെന്ന് അന്ന് നീ എന്നോട് ചോദിച്ചില്ലേ? ഇപ്പം ഞാൻ പറയാം, നിങ്ങളുടെ ശരിക്കും ഫ്രണ്ട്ഷിപ്പല്ല. മനസ്സിൽ തോന്നുന്ന എന്തു തന്നെയായാലും തുറന്നു പറയുന്ന ശരി. എനിക്കെന്നല്ല, കാണുന്ന ആർക്കായാലും നിങ്ങളെ വെറും ഫ്രണ്ട്സായിട്ടല്ല, ലവേഴ്സായിട്ടാണ് തോന്നുന്നത്. ഉദയ് വളരെ ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കുന്ന കരുതിയത്. നീ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല ഉദയ്. മാരേജ് ചെയ്യാൻ പോകുന്ന ആളേക്കാൾ കൂടുതൽ ഫ്രണ്ടിനോട് ക്ലോസ് ആവുന്ന കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കാനുള്ള അത്ര ബ്രോഡ് മൈൻഡഡ് അല്ല ഞാൻ. നിനക്ക് ഞാനാണോ ചന്തുവാണോ വലുതെന്ന് ചോദിക്കണമെന്നുണ്ട്. പക്ഷെ രണ്ടുപേരും ഒരുപോലെയാന്ന് നീ പറയുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. നീ രണ്ട് അൺഈക്വൽ തിങ്സിനെ കമ്പയർ ചെയ്യുന്നത്. അവൻ വേറെ, നീ വേറെ. അവൻ ചെറുപ്പത്തിലെ ഫ്രണ്ട്, ഇപ്പോഴും ഫ്രണ്ട്, എപ്പോഴും ഫ്രണ്ട്. നീ ഇന്നലെ ബോയ് ഫ്രണ്ട്, ഇന്ന് എന്റെ ഫിയാൻസെ, നാളെ എന്റെ ഹസ്ബൻഡാണ്. അവനോടുള്ള റിലേഷൻ ഒരിക്കലും മാറില്ല, പക്ഷെ നിന്റേതാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഐ ലവ് യു ഉദയ്. നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഉദയനെ തല്ലിയത് തെറ്റ് തന്നെയാ ചന്തു. നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശ്രീക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായ പോലെ എനിക്കത് സഹിക്കാനാവില്ല. എന്റെ പ്രോബ്ലം അത് തന്നെയാ ചന്തു. നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ എനിക്കെല്ലാം നീ തന്നെയാണെന്ന് വിചാരിച്ചു. നിന്നിൽ നിന്നും ഞാൻ അതാ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ്. ഏത് പെണ്ണായാലും അവളുടെ ബോയ് ഫ്രണ്ട് അവൾക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ആശിക്കും. എന്നാ നീയോ അവൾക്ക് ആ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഞാൻ നിന്നെ എത്ര കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നെക്കാൾ മുമ്പ് അവളാ നിന്നെ കെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ നീ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാ?
എന്താന്ന് എനിക്കറിയില്ല ചന്തു. നമുക്കിടയിലുള്ള സ്പേസിൽ ആരോ വന്ന് ഓക്യുപ്പൈ ചെയ്യുന്നതായാ തോന്നുന്നത്. ഞാൻ എന്റെ ലൈഫ് ഷെയർ ചെയ്യുന്നത് നിന്നോടൊപ്പോ, അവളോടൊപ്പം അല്ല. നീ ശ്രീയെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നത്? മാറുന്ന റിലേഷൻഷിപ്പിനോടൊപ്പം എക്സ്പെക്ടേഷൻ കൂടി മാറും ശ്രീ. നീ എൻ്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ഞാൻ കണ്ടില്ലാന്ന് വെക്കും. പക്ഷെ നമ്മുടെ മാരേജ് കഴിഞ്ഞാൽ നിന്നോട് എനിക്ക് കൂടുതൽ അധികാരം ഫീൽ ചെയ്യും. അപ്പോഴിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഉദയ്, നീ ശരിക്കും എന്താ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒന്നിച്ചുണ്ടാവണമെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നേ പറ്റൂ. അവൻ ഋതുവിനോട് പ്രപ്പോസ് ചെയ്ത അന്ന് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ആ ലവ് പ്രോബ്ലം ആവുമെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ നോക്കിയതാ. എന്നിട്ടിപ്പോ നമ്മുടെ ലവിന് വേണ്ടി എനിക്കൊരിക്കലും ഇത് പറ്റില്ല. എനിക്ക് നിന്നെ വേണം ഉദയ്, ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. വാ ഋതു, പ്ലീസ്. നമ്മൾ ഹാപ്പി ആയിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ. നീ പറഞ്ഞ പോലെ ഞാൻ ഹാപ്പി ആയിരിക്കുന്നതിനേക്കാൾ നീ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ബട്ട് ഐ കാൻ കോംപ്രമൈസ് ശ്രീ. നിനക്കറിയോ, നമ്മുടെ ലവിന് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തടസ്സമാവുമെന്ന് തോന്നിയപ്പോ അവൾ അകന്നു പോവാൻ തീരുമാനിച്ചവളാ. എന്റെ ലവ് വേണ്ടാന്ന് വെക്കാൻ അവൾ പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ അകന്നു പോണെന്നാ നീ പറയുന്നത് അല്ലേ? God damn it, ശ്രീ അവോയ്ഡ് ചെയ്ത് എനിക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഋതു. ഋതു, ഋതു. ചെറിയ കുട്ടികളല്ലേ, ഏതോ നിസാര കാര്യത്തിന് വേണ്ടിയാ വഴക്കിട്ട് വന്നിരിക്കുന്നത്. ഒന്ന് അവിടെ വരെ പോയി ഉദയോട് സംസാരിച്ച് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് വാ. പ്രോബ്ലം അവിടെയൊന്നുമല്ല, ഇവരുടെ അടുത്താ. സ്നേഹിച്ചവരെയാ പിണക്കിട്ട് വന്നിരിക്കുന്നത്. എന്നിട്ടും ഇവർക്കിടയിലുള്ള സ്നേഹം എന്താണെന്ന് ഇപ്പോഴും ഇവര് തിരിച്ചറിയുന്നില്ലല്ലോ. എന്താ അമ്മേ, അവർ രണ്ടും ഞങ്ങളുടെ ലൈഫിലേക്ക് പുതിയതായി വന്നതല്ല. ഞങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്ന അവരങ്ങനെ സംസാരിച്ചതാ വിഷമമായത്. അമ്മയും ഇങ്ങനെ. ഉദയ് അങ്ങനെ സംസാരിച്ചെങ്കിൽ അവനെ തെറ്റു പറയാൻ പറ്റില്ല മോളെ. നിങ്ങളുടെ അമ്മമാര് പോലും അങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ ആലോചിച്ചത് തെറ്റു പറയാൻ പറ്റൂ? നിങ്ങൾ സ്നേഹിച്ചവർ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ആര് വന്നാലും ഇതേ സംഭവിക്കൂ. അവരുമായുള്ള കല്യാണം കഴിഞ്ഞിട്ടൊരു കുഴപ്പം ഉണ്ടാകുന്നതിനേക്കാൾ മുമ്പേ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നത് നിങ്ങൾക്ക് നല്ലത്. ഡിസിഷൻ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. ഭാര്യ ഭർത്താക്കന്മാർ നല്ല സ്നേഹിതരാകുമോ എന്ന് പറയാൻ ഒക്കില്ലെങ്കിലും നല്ല സ്നേഹിതർക്ക് നല്ല ദമ്പതികളാകാൻ പറ്റും. നിങ്ങൾ എന്നും ഒരുമിച്ചുണ്ടാകണമെങ്കിൽ നിങ്ങൾക്ക് മുമ്പിലുള്ളത് ഒരേ ഒരു ഓപ്ഷനാ. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിക്കണം. നീ പൊക്കോ. എന്തു തീരുമാനിച്ചു? ശരിയാണ് അച്ഛാ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള റിലേഷൻ പ്രേമം തന്നെയാ. ഇത്തിരി വൈകിയാണെങ്കിലും രണ്ടാളും ഒടുവിലത് മനസ്സിലാക്കിയല്ലോ. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഏത് പ്രേമത്തിന് നടുവിലും സ്നേഹം ഉണ്ടാവും, ഏത് സ്നേഹത്തിന് നടുവിലും പ്രേമം ഉണ്ടാവും. നീ എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ അച്ഛാ, അച്ഛനും അമ്മയും എന്നോട് കാണിക്കുന്നത് എന്താ, ആന്റി ശ്രീയോട് കാണിക്കുന്നത് എന്താ? പ്രേമോ?
ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും രണ്ടുപേര് തമ്മിൽ അടുക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്നത് പ്രേമമാണ്. ഞങ്ങൾക്കിടയിലുണ്ട് അതുപോലൊരു പ്രേമം. ഈ പ്രേമത്തില് ഒരാൾ ഒരാളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്നും ആഗ്രഹിക്കാത്ത ഈ പ്രേമത്തിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നാച്ചാ. ഫ്രണ്ട്ഷിപ്പ്. ചെറുപ്പത്തിൽ ഒന്നും അറിയാത്ത പ്രായത്തില് ഇവളുടെ കയ്യിൽ നിന്ന് ആ ഡോള് പിടിച്ചെടുത്തപ്പോഴാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. 20 വർഷം കഴിഞ്ഞിട്ട് പോലും ഞങ്ങളുടെ മനസ്സിൽ അത് ഇപ്പോഴും ഉണ്ട്. അതേ ഡോള് ഞാനൊരു പയ്യന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ ഫ്രണ്ട് ആയിരിക്കുന്നതിനെ എതിർക്കുമായിരുന്നോ? ശ്രീ ഒരു പെൺകുട്ടി ആയതല്ലേ അച്ഛാ നിങ്ങളുടെ പ്രോബ്ലം? ഒരാൺകുട്ടിയും പെൺകുട്ടിയും പ്രായപൂർത്തിയായിട്ടും ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് നടന്നാൽ മറ്റുള്ളവരാരും അത് ഉൾക്കൊള്ളില്ല. ആങ്ങളെയും പെങ്ങളും ഒരു ബൈക്കിൽ പോയാൽ പോലും 10 പേര് 10 വിധത്തിൽ സംസാരിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്നവരാ നമ്മള്. ശരിയാ. പക്ഷെ 10 പേര് 10 വിധത്തിൽ പറഞ്ഞാൽ തന്നെയും ആങ്ങളെ പെങ്ങളെ റിലേഷൻഷിപ്പ് മാറില്ലല്ലോ. ആങ്ങളെയും പെങ്ങളും, അമ്മയും മകനും, അച്ഛനും മകളും, ഇതെല്ലാം ശരിയായ റിലേഷൻഷിപ്പിൽ കാണുന്ന സൊസൈറ്റിക്ക് ഒരാണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ മാത്രം എന്താ അങ്ങനെ കാണാൻ പറ്റാത്തത്? ഇത്രയും നാളും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ അത്ര ഹാപ്പി ആയിട്ട് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്ന ഫ്രീഡം കൊണ്ടാ. അത് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ? ചെറുപ്പം മുതലേ സ്കൂളില്, കോളേജില്, മ്യൂസിക്കില്, ലവില്, സന്തോഷത്തില്, വിഷമത്തില്, എന്റെ ലൈഫിലും എപ്പോഴും ശ്രീ എന്നോടൊപ്പം തന്നെയുണ്ട്. ഞാനും ശ്രീയോടൊപ്പം തന്നെയുണ്ട്. എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ. അല്ലാതെ ബെഡ്റൂമിൽ കൂടി ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. ഓർമ്മ വച്ച കാലം തൊട്ട് അമ്മ അമ്മ എന്ന് വിളിച്ച് എത്ര സത്യമാണോ, ശ്രീ എന്റെ ഫ്രണ്ടാണെന്നുള്ളത് അത്ര തന്നെ സത്യം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സും ലൈഫ് സ്റ്റൈലുകളും ഒക്കെ കണ്ട് ഈ ജനറേഷന് ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. എപ്പോഴൊരു മാറ്റം ഉണ്ടാകുമെന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേമത്തെയും സ്നേഹത്തെയും ഒക്കെ കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലുകൾ കേട്ടിട്ട് ഈ ജനറേഷന് മാറ്റമുണ്ടാകണമെന്ന് പറയാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് ഫ്രീഡം തന്ന ഞങ്ങളുടെ മനസ്സല്ല വലുത്. അതിനെ മിസ്യൂസ് ചെയ്യാൻ നോക്കാതെ ഈ നിമിഷം വരെ കൊണ്ടു നടന്ന നിങ്ങളുടെ മനസ്സാണ്. ഒരാണിനും പെണ്ണിനും സ്നേഹിതരായി മാത്രം കഴിയാൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്ന സൊസൈറ്റിയിൽ ജീവിച്ചതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു റിലേഷനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതിനർത്ഥമുണ്ടാകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കില്ല. ഐ എം സോറി അങ്കിൾ. എൻ്റെ അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ കുറച്ച് ഹാർഷായി പോയി. ബട്ട് ഐ എം ട്രൈങ് ടു ബി പ്രാക്ടിക്കൽ. ആസ് എ ഫാദർ അങ്കിൾ അവരുടെ ഫീലിങ്സിനെ കുറിച്ച് ആലോചിച്ചത്. എന്നാൽ ഞാൻ ആലോചിച്ച എൻ്റെ ഫ്യൂച്ചർ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു. യു ആർ കറക്റ്റ് ഉദയ്. പ്രോബ്ലം ഉണ്ട്. ചെറുപ്പം മുതലേ ഫ്രണ്ട്സ് ആയിരുന്നതുകൊണ്ട് പെൺകുട്ടി ആൺകുട്ടി എന്നൊക്കെയുള്ള വേർതിരിവുകളെ കുറിച്ച് പോലും ആലോചിക്കാതെ ഞങ്ങൾ ജീവിച്ചത്. അതുകൊണ്ട് നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തതൊന്നും
തെറ്റല്ല. ഞങ്ങൾ വെറും ഫ്രണ്ട്സാ, ഫ്രണ്ട്സ് മാത്രം. ഈ ഫ്രണ്ട്ഷിപ്പിന് ഞങ്ങളുടെ ലൈഫിൽ അത്രയേറെ സ്ഥാനമുണ്ട്. അല്ലാതെ ഈ ഫ്രണ്ട്ഷിപ്പിന് ഞങ്ങൾ മനസ്സിൽ പോലും കാണാത്ത അർത്ഥം നിങ്ങൾ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സാ തകർന്നത്. അങ്ങനെ ചിന്തിക്കരുത് ഉദയ്, പ്ലീസ്. ഞാൻ ഋതുവിനെ മറന്നിട്ട് ഒരു തെറ്റ് പോലും ചെയ്തിട്ടില്ല ഉദയ്. ഞാൻ എന്ത് ചെയ്തെന്നാ നീ പറയുന്നു ഉദയ്? ആ, ശ്രീക്ക് നീ എന്ന് വെച്ച ജീവനാ. ഞാൻ അവളെ 1 വർഷം ഇനി കാണാതിരുന്ന നിനക്ക് ഓക്കെയാണോ? 2 years? ഓക്കെ. ലൈഫ് ലോങ് ഞാൻ ശ്രീയെ ഇനി കാണുകയോ വിളിക്കുകയോ സംസാരിക്കുകയോ ഇല്ല. എന്റെ ഫ്രണ്ടിനെ കല്യാണം കഴിക്കില്ലേ ഉദയ്? Mr. Chandu, you can go inside. ഹായ് ചന്തു. നീ ശ്രീയെ ഒന്ന് കണ്ടിട്ടോ വിളിച്ചിട്ടോ ഇപ്പോൾ 3 years ആയി. നിന്നെക്കുറിച്ച് നിന്റെ ബാൻഡിനെ കുറിച്ച് ഞങ്ങൾ മീഡിയയിലൂടെ അറിയുന്നുണ്ട്. പക്ഷെ ശ്രീയെക്കുറിച്ച് മാത്രം ഒന്നും അറിയാൻ നീ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഈ 3 years ഞങ്ങളുടെ ലൈഫിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലും ഇല്ലാതെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിരുന്നു. ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോൾ ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്തിയാൽ എന്നും ഹാപ്പി ആയിരിക്കാം ഉദയ്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ചെയ്ത അഡ്ജസ്റ്റ്മെന്റുകളല്ല, സാക്രിഫൈസ്. ആർക്കായാലും പിരിയുമ്പോൾ ദുഃഖമാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ നിങ്ങൾ പിരിഞ്ഞത് വളരെ സന്തോഷത്തോടെയായിരുന്നു. അത് ഞങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഡെപ്ത് കൊണ്ട്. എന്നെ പോലൊരു സാധാരണ മനുഷ്യന് മാരേജ് ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയെ മറ്റൊരാൾ നോക്കുന്ന പോലും സഹിക്കാൻ പറ്റില്ലായിരുന്നു. എന്നാൽ എൻ്റെ മകൻ അങ്ങനെ ആകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇവൻ അമ്മ, അച്ഛൻ, ഫാമിലി, മറ്റെല്ലാവരും ഉണ്ടെങ്കിലും ഇവന്റെ അമ്മയ്ക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെന്ന് മാത്രം അറിയില്ല. അതുകൊണ്ട് എൻ്റെ വൈഫിന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഇവന് വേണ്ടി തിരികെ വാങ്ങിക്കൊടുക്കണം. എടാ ഫൽഗൂസ്, 3 years ആയി. എന്റെ സർട്ടിഫിക്കറ്റ് എവിടെ? ഇവിടെ. എന്നെ കൂടി നിങ്ങളുടെ ഗ്യാങ്ങിൽ എടുക്കാവോ?